കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് വെള്ളിയാഴ്ച പകൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം മുമ്പാകെ മധ്യസ്ഥത അണയ്ക്കുവാൻ പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകി. നിശ്ചയമായും ദൈവസന്നിധിയിലായിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമുക്ക് അനുഗ്രഹമാകും. ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന ഒരവസരമെന്ന് പറയുന്നത് വിലപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു നിയോഗമാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തല്ലോ, അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ആലോചന നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. എല്ലാവർക്കും എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ശേഷിച്ചിരിക്കിയാൽ വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം വളരെ പരിചയമുള്ള വായിക്കുന്ന ഒരു വേദഭാഗമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം. 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ അവിശ്വാസത്തെ നമുക്ക് മുന്നറിയിപ്പായിട്ട് പറഞ്ഞു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറഞ്ഞ് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ മരുഭൂമിയിൽ പട്ടുപോയ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ട് 4-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം തീർന്നു പോയിട്ടില്ല, ഇനിയും അത് ശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് തുടങ്ങുന്നത്, 4-ാം അധ്യായം തുടങ്ങുന്നത്. ഇസ്രായേൽ മക്കൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ അവിശ്വാസം നിമിത്തം, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം, അവരുടെ പാപം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. ഇന്ന് ഈ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം, ഇടയ്ക്ക് നോക്കണം, ഞാനീ പറയുന്ന വാക്യങ്ങളൊക്കെ വായിക്കണം. പ്രധാനപ്പെട്ട 4 ചിന്തകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ദൈവം ഒരുക്കിയ വിശ്രമം. ദൈവം ഒരുക്കിയ വിശ്രമം, അതുകൊണ്ടാണ് അവൻ്റെ സ്വസ്ഥത. അങ്ങനല്ലേ അവിടെ വായിക്കുന്നത്, അവൻ്റെ സ്വസ്ഥത. രണ്ടാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത്, നമുക്ക് അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ ഒരുക്കുന്ന, നമ്മളെ കറക്റ്റ് ചെയ്യുന്ന, നമ്മളെ ക്രമീകരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. അതാ രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ കാര്യം, നമുക്ക് വേണ്ടി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ പരാജയങ്ങളൊക്കെ വചനം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി നമുക്ക് മുന്നമേ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു മഹാപുരോഹിതൻ. 4-ാമത്തെ ചിന്ത, ഈ മഹാപുരോഹിതനിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപ,
കരുണ. ഇപ്പൊ 4 പ്രധാനപ്പെട്ട ചിന്തകളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സ്വസ്ഥത. ദൈവത്തിൻ്റെ സ്വസ്ഥത. രണ്ടാമത്തെ കാര്യം, ആ സ്വസ്ഥതയിലേക്ക് നമ്മളെ ഒരുക്കുന്ന. ചുമ്മാ സ്വസ്ഥതയെ പ്രവേശിക്കാൻ പറ്റില്ല. പറ്റുമോ? ഹൃദയം കഠിനപ്പെട്ടാൽ സ്വസ്ഥതയെ പ്രവേശിക്കാൻ പറ്റില്ല. അവിശ്വാസം കയറിയാൽ സ്വസ്ഥതയെ പ്രവേശിക്കാൻ പറ്റില്ല. മത്സരിച്ചാൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ദൈവത്തോട് മത്സരിച്ച്, മറുതലിച്ച്, ദൈവത്തെ പരീക്ഷിച്ച്, അവിശ്വസിച്ച്, കഠിനപ്പെട്ട് അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥത കനാൻ നാടായിരുന്നു, അല്ലേ? അപ്പം ആ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരു സ്വസ്ഥത ശേഷിപ്പിച്ചു. സ്തോത്രം. ആ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിക്കണം. നമ്മളത് എന്താണെന്ന് പഠിക്കും. ആ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിക്കണം. അവിടെ പ്രവേശിക്കണമെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വന്നതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാൻ പാടില്ല. പകരം നമ്മുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നമ്മളെ ശുദ്ധീകരിക്കുന്ന, അവിടെ എന്താ പറയുന്നത്? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന, അല്ലേ, ഹൃദയത്തിലെ ഭാവങ്ങളെ വിവേചിക്കുന്ന, സ്തോത്രം, ഈ കരുത്തുള്ള വചനം നമ്മളെ ശുദ്ധീകരിച്ച് ഷെയ്പ്പാക്കി നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ ആത്മീകനൊരു ബോധ്യം വരും. അയ്യോ, ആ സ്വസ്ഥതയിൽ എനിക്കും പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, എന്നിൽ കുറവുണ്ടല്ലോ, എന്നിൽ പരാജയമുണ്ടല്ലോ. വചനം എന്നെ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ജീവിക്കണമെങ്കിൽ എനിക്ക് കൃപ വേണം. വചനം നമ്മുടെ പാവങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തുകയും നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴികളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിയുമ്പോൾ ബലഹീനതയിൽ സഹതാപമുള്ള ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണം. ശരിയല്ലയോ? ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. പൊന്നു പാസ്റ്ററെ, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഇങ്ങനെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല, ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കഴിവിന് പരിമിതിയുണ്ട്, ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. കഠിനപ്പെടരുതെന്ന ആഗ്രഹം, പക്ഷെ എന്ത് ചെയ്യാനാ പാസ്റ്ററെ? സാഹചര്യങ്ങൾ വരുമ്പോൾ കഠിനപ്പെട്ട് പോവുക. അവിശ്വാസം വരരുന്ന, പക്ഷേ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നിൽ അവിശ്വാസമൊക്കെ വന്നു പോവുക. കർത്താവേ, ഇന്ന് പകൽ വചനം എൻ്റെ ഹൃദയത്തിനകത്തോട്ട്, അല്ലേ, തുളച്ചു ചെന്ന്, ഞാൻ പറഞ്ഞത് പിടികിട്ടുന്നുണ്ടോ? വചനം കേൾക്കുമ്പോൾ അകത്തോട്ട് തുളച്ചു ചെന്ന്, സ്തോത്രം, ചിലത് വെളിപ്പെടുത്തുമ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ട് പറയും, ദൈവമേ എനിക്ക് കൃപ വേണം, ദൈവമേ എന്നോട് കരുണ കാണിക്കണം, ദൈവമേ എന്നെ സഹായിക്കണം. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ തത്സമയത്ത് കരുണ കാണിക്കുവാൻ, കൃപ കാണിക്കുവാൻ ഒരു മഹാപുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രവർക്ക് വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായി. നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. യേശുക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥത കനാൻ നാടായിരുന്നു. സ്തോത്രം. അതിനെ അല്പം കൂടെ പുറകോട്ട് പോയി പുസ്തകം പറയുന്നുണ്ട്, സൃഷ്ടിയിലെ സ്വസ്ഥത. സൃഷ്ടിയിൽ സ്വസ്ഥത എപ്പോഴാ? 6 ദിവസം ദൈവം സകലത്തെയും സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ സൃഷ്ടിയിലെ സ്വസ്ഥത, അല്ലേ, 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. ഇവിടെ ഈ സ്വസ്ഥത എന്ന് പറയുമ്പോൾ, വിശ്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നിഷ്ക്രിയമായിരിക്കുന്ന ഒരു കാര്യമല്ല.
ഒരു പണിയില്ലാതെ വെറുതെ കിടക്കുന്നതാണോ? അല്ല. വിശ്വാസികൾ പലരും ചിന്തിക്കുന്നുണ്ട്, ഞായറാഴ്ചയാ, ഇന്ന് സ്വസ്ഥതയുടെ ദിവസമാണ്, പണിയില്ലല്ലോ, വെറുതെ ഇരിക്കാമെന്നാണോ? പള്ളിയിൽ വന്നാലും വെറുതെ ഇരിക്കാമെന്നാണോ? അല്ല. ഈ നമുക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ, വിശ്രമം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുക. നോ. ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടുള്ള വാസമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള വാസമാണ്, ദൈവസന്നിധിയിലെ നിൽപ്പാ, ദൈവ സമാധാനത്തിൽ വസിക്കുന്നതാ, ദൈവത്തിൻ്റെ സുരക്ഷയിൽ ജീവിക്കുന്നതാ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന സമാധാനത്തിൽ ജീവിക്കുന്നതാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. അവൻ്റെ സ്വസ്ഥത. ഇന്ന് എൻ്റെ മുമ്പിൽ വചനം കേൾക്ക് നിങ്ങളോട് പറയാം, അവൻ്റെ സ്വസ്ഥത എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്കൊരു സ്വസ്ഥത ലഭിച്ചില്ലേ? യേശു നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ, നമ്മുടെ പാപത്തിന് പരിഹാരം വന്നപ്പോൾ നമ്മുടെ യുദ്ധം അവസാനിച്ചു. നമുക്കൊരു സ്വസ്ഥതയുണ്ടായി, ഒരു സമാധാനമുണ്ടായി. അതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സ്വസ്ഥതയിലേക്ക് വന്നവരാ ഞാനും നിങ്ങളും. സ്തോത്രം, സ്തോത്രം. എന്നാൽ അവിടം കൊണ്ട് തീരുന്നൊരു സ്വസ്ഥതയാണോ? അല്ല. അതിനപ്പുറം നിത്യമായ ഒരു സ്വസ്ഥത നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിത്യമായ ഒരു സമാധാനം നമുക്കുണ്ട്. അത് അങ്ങ് നിത്യതയിൽ പോകുന്നതാ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വചനം മനസ്സിലായി? അതങ്ങ് നിത്യതയിൽ അവനോടുകൂടെ ഇരിക്കുന്നതാ. അതാ നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത്. എന്നാൽ ആ നിത്യതയിൽ പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ തന്നെ ദൈവം നമുക്ക് സ്വസ്ഥമായ ചില അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ കലക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ, അവിടുത്തെ സന്നിധിയിൽ ഞാനും നിങ്ങളും ചേർന്നിരിക്കുമ്പോൾ, നമ്മുടെ അകത്ത് എന്തെല്ലാം കലക്കങ്ങൾ വെളിയിലുണ്ടെങ്കിലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വെളിയിലുണ്ടെങ്കിലും, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സുരക്ഷിതമായിരിക്കുന്ന ഒരാത്മീയ അനുഭവമുണ്ട്. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വന്നാൽ പുറത്തുള്ള നിങ്ങളുടെ വിഷമമൊക്കെ മാറി ഇതിനകത്തൊരു സ്വസ്ഥത ഉണ്ടാവും. കാര്യം, നിന്നെ സ്വസ്ഥമായ അനുഭവത്തിൽ നിന്റെ മനസ്സിന് സ്വസ്ഥത തരാൻ, ആശ്വസിപ്പിക്കാൻ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം പറയുക, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ അവന് വാഗ്ദത്തമുണ്ട്. അങ്ങ് നിത്യതയിലുണ്ട്. അത് മാത്രമല്ല, സേവിച്ചാരാധിക്കുന്ന ദൈവമക്കൾക്ക് ഓരോ സമയവും ദൈവത്തിൽ വരുമ്പോൾ സ്വസ്ഥതയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ സ്വസ്ഥതയുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇവിടെയും നിങ്ങൾക്ക് സ്വസ്ഥതയില്ലെങ്കിൽ ഉലകത്തിലെങ്ങും നിങ്ങൾക്ക് സ്വസ്ഥതയില്ല. ഏതു പ്രതിസന്ധിയാണെങ്കിലും, ഏതു പോരാട്ടമാണെങ്കിലും, സ്തോത്രം, സ്വസ്ഥതയുടെ വാഗ്ദാനമുണ്ട്. കടഭാരത്തിൽ നീറുന്ന അനുഭവമാണെങ്കിലും, രോഗത്താൽ വലയുന്ന അനുഭവമാണെങ്കിലും, പ്രശ്നങ്ങൾ ഉൾപ്പെട്ട കൊടുങ്കാറ്റിൽ അലഞ്ഞുലയുന്ന തോണിക്കകത്താണെങ്കിലും, സ്തോത്രം, യേശു അമരത്ത് തലവെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങിയതുപോലെ ദൈവസന്നിധിയിൽ ഒരു സ്വസ്ഥതയുടെ അനുഭവമുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അത് ആവശ്യമുണ്ട്? ആമേൻ. സ്തോത്രം. ഈ ദൈവം സ്വസ്ഥത നൽകുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധിയിൽ സ്വസ്ഥതയുണ്ട് കേട്ടോ. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. സ്തോത്രം. അവന്റെ സ്വസ്ഥത. ഇസ്രായേൽ മക്കൾ, നമ്മൾ നിത്യസ്വർഗത്തിലേക്ക്, നിത്യസ്വസ്ഥതയിലേക്ക് പോവുക. അവിടെ പോകാൻ നമുക്ക് അവസരമുണ്ട്. അതിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പക്ഷേ സ്വസ്ഥതയുടെ അനുഭവം ഈ ഭൂമിയിലും ഉണ്ടാകണ്ടേ? എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഉണ്ട് പാസ്റ്ററെ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാകണം, ആരാധിക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാകണം. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഇസ്രായേൽ മക്കളെ നോക്കിക്കേ. അവരെക്കുറിച്ച് പറയുന്നത് അവർ ചെങ്കടൽ കടന്നതാ, മന്ന കഴിച്ചതാ, ഇല്ലയോ? അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടതാ, അടയാളങ്ങൾ ഒത്തിരി കണ്ടതാ. പക്ഷെ അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല.
പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം അവരുടെ അകത്തുനിന്ന് വിശ്വാസം പോയി. ആരാധിച്ചാൽ സ്വസ്ഥത ഉണ്ടാകുമെന്നുള്ള വിശ്വാസം നിന്റെ അകത്തുനിന്ന് എന്ന് പോകുമോ? എത്ര ആരാധനയുടെ ഇടയ്ക്കിരുന്നാലും, എത്ര അല്ലെ എരി പൊരിയുന്ന ആരാധനയ്ക്കകത്തിരുന്നാലും, എത്ര വലിയ വചനം കേട്ടാലും നിന്റെ ഹൃദയം കലങ്ങിയിരിക്കും. നിനക്ക് സമാധാനമില്ലാത്ത അനുഭവത്തിലിരിക്കും. കാരണം നിന്റെ അകത്തു നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. രണ്ടാം വാക്യം അതാ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയം? വായിക്കാം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്നത് ഉപകാരമാകണം. എത്ര പേര് ആമേൻ പറയും? ഇവിടെ വന്നത് ഇന്ന് ഉപകാരമാകണം. ഞാൻ ഇന്ന് വന്നത് നല്ലതായെന്ന് പറയണം. ഇന്ന് ഞാൻ വന്നത് ഒരു നഷ്ടമായെന്നല്ല. പലപ്പോഴും അങ്ങനല്ലേ പറയുന്നത്? വെറുതെ പോയതാ, എനിക്കൊരു പ്രയോജനവും ഉണ്ടായില്ല, എനിക്ക് നഷ്ടമായി പോയി, സമയം നഷ്ടമായി. ഇന്ന് പകൽക്കാലം അങ്ങനെ പറയാനിട വരരുത്. ഞാൻ ഇന്ന് ആരാധനയ്ക്ക് വന്നത് എനിക്ക് ലാഭമായി, ഞാനിന്ന് ഈ വചനം കേട്ടത് എനിക്ക് ലാഭമായി. കാര്യമെന്താ? കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം അവിശ്വാസം അകത്തു കയറിയാൽ എത്ര വലിയ സ്വസ്ഥതയുടെ നടുക്കും വിയർക്കും. AC റൂമിലാണ് ഇരിക്കുന്നത്, പക്ഷേ ചിലർ വിയർക്കും. സ്തോത്രം. കാര്യം അവിശ്വാസം. അവിശ്വാസം ഇല്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല, ദൈവം എന്നെ അനുഗ്രഹിക്കത്തില്ല, ഓ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല, ഇതൊക്കെ വെറുതെ കേൾക്കുന്നതല്ലേ, ഇതെനിക്കൊരു ഉപകാരമാവത്തില്ല. പിശാച് അവിശ്വാസം കുത്തിവെച്ച് ഹൃദയത്തിനകത്ത് അവിശ്വാസം കയറി, അല്ലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മുടെ അകത്തെന്ന് വെളിപ്പെട്ടോ, അന്ന് പോയതാ സ്വസ്ഥത, അന്ന് പോയതാ സമാധാനം, അന്ന് പോയതാ ദൈവം വചനത്തിലൂടെ നൽകുന്ന ആ തണുപ്പ്, ആ സ്വസ്ഥതയുടെ അനുഭവം. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കാര്യം അത് വിശ്വാസമായി പരിണമിച്ചില്ല. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസം കുറഞ്ഞതാണ് പ്രശ്നം. സ്തോത്രം. വചനത്തിൻ്റെ കുഴപ്പമല്ല, വചനം ഇന്നും ശക്തമായ വചനമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന വചനം ഏറ്റെടുക്കണം, കേൾക്കുന്ന വചനം അംഗീകരിക്കണം, കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കുമെന്ന് തീരുമാനിക്കണം. അപ്പോൾ അത് വിശ്വാസമായി പരിണമിക്കും. വിശ്വാസമായി പരിണമിച്ചാൽ ഈ കേൾക്കുന്ന വചനം നിനക്ക് ഉപകാരമായി മാറും. ഇന്നലെ വരെ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയത് മാറി പകരം സ്വസ്ഥതയുണ്ടാകും. ജീസസ്. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു, കർത്താവേ എൻ്റെ അകത്തൊരു സ്വസ്ഥത വരണം, എൻ്റെ അകത്തൊരു സ്വസ്ഥത വരണം, എൻ്റെ അസ്വസ്ഥതകൾ ഇന്ന് മാറണം, കേട്ട വചനം എനിക്ക് ഉപകാരമായി മാറണം, ഈ ആരാധന എനിക്ക് ഉപകാരമായി മാറണം. ഞാൻ അസ്വസ്ഥമായ ഹൃദയത്തോടെ ആലയത്തിൽ വന്നത്, അസ്വസ്ഥമായ ഹൃദയത്തോടെ ഇവിടെ വന്നത്, ഞാനിവിടെ ഇറങ്ങി പോകുമ്പോൾ സമാധാനത്തോടെ പോകണം, സ്വസ്ഥതയോടെ പോകണം കർത്താവേ. അതുകൊണ്ട് ഇന്ന് പകൽ ഇത് വിശ്വാസമായി പരിണമിക്കട്ടെ. അവരെ നോക്കിയേ, കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല. 2 ഗ്രൂപ്പാണ് വചനം കേട്ടത്. അതേതാ 2 ഗ്രൂപ്പ്? ഒന്ന് ഇസ്രായേൽ മക്കളുടെ ബഹുഭൂരിപക്ഷം, രണ്ടാമത്തെ ഗ്രൂപ്പ് കാലേബും യോശുവയും. അല്ലയോ? സ്തോത്രം. ഇതെന്നാ 2 ഗ്രൂപ്പ്? അതങ്ങനെ ഒരു ഗ്രൂപ്പ് അവിശ്വാസികളുടെ ഗ്രൂപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂരിപക്ഷം അവിശ്വാസികളുടെ ഗ്രൂപ്പാ. എന്നാൽ
വിശ്വാസികൾ ന്യൂനപക്ഷം. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മിൽ കടാക്ഷിച്ചാൽ ഈ ശത്രുക്കളെ നിർമൂലമാക്കി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ദൈവം നമുക്ക് തരും. എത്ര പേര് ഇന്ന് പകൽക്കാലം ഇത് മനസ്സിലാക്കുന്നുണ്ട്? യഹോവ നമ്മിൽ കടാക്ഷിച്ചാൽ ഈ ശത്രുക്കളെ ദൈവം നിർമൂലനം ചെയ്ത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നമുക്ക് തരും. വിശ്വസിക്കുന്ന ഗ്രൂപ്പാ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ കേൾക്കുന്ന വചനം എൻ്റെ അകത്ത് വിശ്വാസമായി പരിണമിച്ച് ഇതെനിക്ക് അനുഗ്രഹമായി മാറും. എൻ്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി മാറും. എൻ്റെ ആരാധന എനിക്ക് ഉപകാരമായി മാറും. എൻ്റെ ജീവിതത്തിലെ ആത്മീയത എനിക്കൊരു നന്മയായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ എൻ്റെ വിശ്രമം, ഞാൻ പറഞ്ഞല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യം, സൃഷ്ടി മുതൽ 6 ദിവസം കൊണ്ട് എല്ലാത്തെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ കലങ്ങുന്ന അനുഭവത്തിൽ ജീവിക്കുക. നമ്മളൊന്ന് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിനൊരു പുതുക്കമുണ്ടാകാത്തത് ഈ സ്വസ്ഥത അനുഭവിക്കാത്തതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് സ്വസ്ഥത ഉണ്ടാവുന്നില്ല. ഇവിടെ വന്നിരിക്കുമ്പോഴും കലങ്ങി മറിയുന്ന ഹൃദയത്തോടെയാ. ഈ തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നില്ല. കർത്താവ് പറയാം, എന്നോട് കൂടെ ഒന്ന് ഇരിക്കുമോ? എല്ലാം മറന്നൊന്ന് ഇരിക്കുമോ? അതുകൊണ്ടാണ് യേശു വിളിച്ചത്. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരാൾക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത് അവരുടെ ഭാരങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ അല്ല കേട്ട് സാരമില്ല, കാര്യങ്ങളൊക്കെ നടക്കും, ഞാൻ കൂടെ ഇല്ലേ എന്ന് ഏറ്റവും കരുത്തുള്ള വിശ്വസ്തനായ ഒരാൾ പറയുമ്പോൾ ഹൃദയത്തിനകത്തു നിന്ന് ഭാരം മാറിപ്പോകുന്നത് പോലെ ഇന്ന് പകൽക്കാലം മനുഷ്യൻ്റെ വാക്കുകളല്ല, ദൈവം പറയുക, ആമേൻ സ്തോത്രം, ഭാരപ്പെടണ്ട, വിഷമിക്കണ്ട, ഞാൻ കൂടെയുണ്ട്, ഞാൻ സഹായിക്കും, ഞാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. അല്ലേ? അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എൻ്റെ അടുക്കൽ വാ. യേശുവിൻ്റെ ആശ്വാസം, എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് ദൈവം പിന്നെയും അരുളി ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ആശ്വാസം. ഈ യേശുക്രിസ്തു എന്താണ് യെരുശലേമിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ അല്ലയാ ചേർത്ത് കൊള്ളാൻ ആമേൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷേ നിങ്ങൾക്കോ? അവർക്ക് മനസ്സിലായി. സ്തോത്രം. ദൈവത്തിൻ്റെ ആ ചിറകടിയിൽ അല്ലേ, ദൈവത്തിൻ്റെ ആ മറവിൽ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന് മനസ്സാ. പ്രിയപ്പെട്ടവരെ, 100 വട്ടം മനസ്സാ ഇന്ന് പകൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വാസമൊന്ന് വരട്ടെ. എൻ്റെ ദൈവം ഇന്ന് പകൽ മനുഷ്യൻ്റെ വാക്ക് കേട്ടൊന്നും ആർക്കും ആശ്വാസം വരുത്തില്ല. ഒരു പാസ്റ്ററുടെ വാക്ക് കേട്ടും ആർക്കും ആശ്വാസം ഉണ്ടാകത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവൻ പറയുകയാ, അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാ. ദൈവം പറയും, ഒന്ന് അടുത്തോ. ജീസസ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ ആ ചിറകിനടിയിലേക്കൊന്നും മറയാൻ, വിശ്വാസത്തോടൊന്ന് ചെല്ലാൻ. ഇവിടെ വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസം ഒന്ന് മാറ്റിവെച്ചിട്ട് വിശ്വാസത്തോടെ ഒന്ന് പറ്റിച്ചേരാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജനത്തിന് വയ്യ, ആളുകൾ പൈസ വന്നിരുന്നേ കുറച്ച് സമാധാനം ഉണ്ടോ? എനിക്ക് എല്ലാവർക്കും പൈസ ആവശ്യമാണ്, പക്ഷേ പൈസയിലല്ല നമ്മുടെ സമാധാനം ഇരിക്കുന്നത്. സ്തോത്രം. ജോലിയിലല്ല നമ്മുടെ സമാധാനം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബന്ധുബലത്തിലല്ല നമ്മുടെ സമാധാനം. ശരിയായ സമാധാനം ദൈവത്തിൻ്റെ മാർവിടത്തിലാണ്. എത്ര പേരിന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നു? ഇസ്രായേൽ മക്കൾ അവിശ്വസിച്ചു. ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ, അനുഗ്രഹിക്കുന്ന ദൈവത്തെ അവർ അവിശ്വസിച്ചു, മറുതലിച്ചു.
മത്സരിച്ചു, പരീക്ഷിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം തൻ്റെ ക്രോധത്തിൽ, 95 സങ്കീർത്തനം 11 വാക്യമാണ് കേട്ടോ, തൻ്റെ ക്രോധത്തിൽ ദൈവം സത്യം ചെയ്തു. സ്തോത്രം. അപ്പോൾ അവർ പ്രവേശിച്ചില്ല, അവരെ തകർന്നുപോയി. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ദൈവജനത്തിന് വീണ്ടും ഒരു വിശ്രമം ഉണ്ട്. ശരിക്കും മൂലഭാഷയ ഗ്രീക്ക് പദത്തിൽ അതിന് ശബത്തിനോസ് എന്ന് പറയും. സബത്തിനോസ് എൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിത്യവിശ്രമം എന്നാണ്. ദൈവത്തോടുള്ള നിത്യവിശ്രമം നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാണ് ദൈവത്തോട് ഒത്തുചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്നാണ് പറഞ്ഞത്? അത്യുത്തമമാണെന്നാ, അല്ലേ? സ്തോത്രം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് വിശ്രമം. വെളിപ്പാട് 14:13 പറയുന്നു, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട്. നമ്മുടെ ഈ ലോകയാത്ര, ഈ ജീവിതം ഒരു യാത്രയാണ്. നമ്മൾ നിത്യതയിലേക്ക് പോകേണ്ടവരാ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്രമസ്ഥലം. എങ്കിലും അവിടെ വരെ പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഓരോ വട്ടം അവൻ്റെ അടുക്കിലേക്ക് വന്ന് മാറിൽ ചാരി വിശ്രമിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അവസാന ഭാഗം പറയുന്നത്, അതുകൊണ്ട് കൃപ പ്രാപിപ്പാനായി എന്തു ചെയ്യണം? കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി അവിടെ കൃപാസനത്തിനടുത്ത് നമുക്ക് സമാധാനമുണ്ട്, കൃപയുണ്ട്. അപ്പോൾ അത് ഈ ഭൂമിയിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഓരോ ആരാധനയും ഓരോ കൂട്ടായ്മയും ഓരോ കൂടിവരവും സമാധാനത്തിനും വിശ്രമത്തിനുമുള്ള മാർഗമാണ്. ദൈവത്തോട് ചേർന്ന് വസിച്ച് സ്വസ്ഥത പ്രാപിക്കാനാണ്. അത് നിങ്ങൾ പ്രാപിക്കണം. അതിന് തടസ്സം എന്താ? ഒറ്റ ഒരു തടസ്സമാണ്, പ്രധാന തടസ്സം അവിശ്വാസം. ഇതങ്ങ് മാറ്റിവെച്ചാൽ, ഇതിനെ നിങ്ങളങ്ങ് ജയിക്കാമെങ്കിൽ ഓരോ കൂട്ടായ്മയും നിങ്ങൾക്ക് വിശ്രമമാണ്, ഓരോ കൂട്ടായ്മയും നിങ്ങൾക്ക് സ്വസ്ഥതയാണ്. ശരിയായിട്ടൊന്ന് വിശ്രമിച്ചെങ്കിലല്ലേ, രാത്രി ഉറങ്ങുന്നു, നന്നായിട്ട് ഉറങ്ങിയെങ്കിലല്ലേ രാവിലെ പിന്നെ എഴുന്നേറ്റ് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ വന്നിരുന്ന് സ്വസ്ഥമായി സമാധാനം ഒന്ന് പ്രാപിച്ചെങ്കിലല്ലേ ഇറങ്ങിപ്പോകുമ്പോൾ, ആ ചൂടിലേക്ക് പോകുമ്പോൾ, ആ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അത് പ്രാപിക്കണം. നിത്യവിശ്രമം സ്വർഗത്തിലാണ്. അവിടേക്ക് നമ്മൾ പോകണം. ഇനി ഈ നിത്യവിശ്രമത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ഈ വിശ്രമം, ഈ സമാധാനം പ്രാപിക്കണമെങ്കിൽ, സ്വസ്ഥത പ്രാപിക്കണമെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് അവിശ്വാസം പോകണം, നമ്മുടെ ഹൃദയകാഠിന്യം മാറണം, നമ്മുടെ പാപങ്ങൾക്ക് വ്യത്യാസം വരണം. വേണ്ടേ? നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ നമ്മളെ ഇന്ന് ശുദ്ധീകരിക്കുവാൻ നമുക്ക് ഇടപാടുള്ളൊരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൻ്റെ പേരാണ് ദൈവവചനം. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. 4:12 വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും, നോക്കണം, ഇന്ന് പകൽ നിന്റെ അവിശ്വാസത്തെ തകർക്കാൻ, സ്തോത്രം, നിന്റെ ആത്മികമായ മരിച്ച അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി ജീവൻ പകരാൻ, സ്തോത്രം, ജീവനുള്ള വചനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ വചനം കേൾക്കുമ്പോൾ ഇത് ജീവനുള്ള വചനമാകയാൽ ആളുകൾ ജീവിപ്പിക്കപ്പെടും. സ്തോത്രം, സ്തോത്രം. ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാ. ജീവനും
ചൈതന്യവും. അപ്പോൾ ഈ വചനത്തിന് എന്തോ ഉണ്ട്? ജീവനുമുണ്ട്, ചൈതന്യവുമുണ്ട്. ഇത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം പറയുന്നു, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവൻ നഷ്ടപ്പെട്ട് ചൈതന്യം നഷ്ടപ്പെട്ട് തകർന്നവരെ അല്ല പണിയുന്നതാണ് ഈ വചനം. ചിലതിനെ തകർക്കണം. വചനമല്ലേ പാപം വെളിപ്പെടുത്തുന്നത്? വചനമല്ലേ കണ്ണാടി? നമ്മളത്ര നല്ലവരാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് വചനം നമ്മോട് സംസാരിക്കും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം വരുന്നത്. വചനം പാപം വെളിപ്പെടുത്തുന്ന കണ്ണാടി പോലെയാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നതാണ്, മനുഷ്യനെ പുതുക്കുന്നതാണ്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള. അപ്പൊ ഈ തിരുവെഴുത്ത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും. അപ്പൊ ഈ വചനത്തിന് എന്തോ ഉണ്ട്? ഇരുവായ്ത്തലയാ. സ്തോത്രം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിക്കൊക്കെ എന്തോ ഉള്ളൂ? ഒരു വായ്ത്തലേ ഉള്ളൂ. പക്ഷേ ഇത് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു വശത്തെ ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ വാള് പോലെ, അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന കത്രിക, എന്തുമാകട്ടെ ആ ആയുധം, ആ ആയുധത്തിൻ്റെ പരിപാടി എന്താ? ചിലതിനെ കീറി മുറിച്ച് ആവശ്യമില്ലാത്തത് വളർച്ചകളെയും ആവശ്യമില്ലാത്ത അല്ലേ കാര്യങ്ങളെയും പുറത്ത് കളയാൻ വേണ്ടിയാണ് ഇത് കീറുന്നത്. കീറും, മുറിക്കും. സ്തോത്രം, സ്തോത്രം. പക്ഷെ നിങ്ങളറിയണം, ഈ കീറലും മുറിക്കലും ഇത് നിങ്ങളുടെ മുറിവ് കെട്ടാൻ വേണ്ടിയാണ്, മുറിവ് കരിയാൻ വേണ്ടിയാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് സ്വസ്ഥതയിലേക്ക് പോകാൻ വേണ്ടിയാണ്, നിത്യസ്വസ്ഥതയിൽ നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതുപോലെ കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ പറ്റാതെ അവരെ മരുഭൂമിയിൽ തീർന്നു പോയതുപോലെ നിങ്ങൾ തീരാതെ നിത്യ സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ, പാപങ്ങളെ, തിന്മകളെ മുറിക്കുന്നതാണ്, വെളിപ്പെടുത്തുന്നതാണ്, തകർക്കുന്നതാണ്, ചുറ്റിക പോലെ ഉടച്ചു കളയുന്നതാണ്. ഇരുവായ്ത്തല. മറ്റൊരാശയം പറയാം. ഒരേ സമയം മുറിക്കുന്നതും മുറിവ് കെട്ടുന്നതുമാണ്. ഒരേ സമയം പറയുന്ന നിങ്ങളോടും അല്ലെ, നിങ്ങളോടും വചനം പറയുന്ന എന്നോടും ഒരേപോലെ ഇടപെടുന്നതാണ്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും ഭയങ്കര ഷാർപ്പാണ്. ഇതെന്തിനാ ഈ വചനം തന്നേക്കുന്നേ? പറ, എന്തിനാ? നമ്മുടെ ലക്ഷ്യം എന്താ? കുറിവാക്കി എന്താ ലക്ഷ്യം? സ്വസ്ഥതയെ പോകണം. നമുക്കിപ്പോൾ ഈ ഭൂമിയിൽ തന്നെ, ഇവിടെ തന്നെ ഈ വചനം കേട്ടിട്ട് സമാധാനം വരാത്തത് ചിലതകത്തിരിക്കുന്നത് കൊണ്ടാണ് അല്ലേ? അതിനെ ഒന്ന് മുറിച്ച് വെട്ടി തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥത കിട്ടും. പിന്നെ ആരാധനയ്ക്ക് ഭയങ്കര സ്വസ്ഥതയാണ്, പാടുമ്പോൾ സ്വസ്ഥതയാണ്, വചനം കേൾക്കുമ്പോൾ സ്വസ്ഥതയാണ്, സമാധാനമാണ്. ഈ സ്വസ്ഥത ഈ ഭൂമിയിൽ വെച്ച് വരണമെങ്കിൽ അസ്വസ്ഥപ്പെടുന്ന ചിലതകത്തുണ്ട്. അതിനെ മുറിക്കണം, അതിനെ അല്ലേ എടുത്ത് കളയണം. അതിനായി ഈ വാള്. സ്തോത്രം, സ്തോത്രം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും. നോക്കണേ, എവിടെയൊക്കെയാ? പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്. ലോകത്തിലേതെങ്കിലും വാളിങ്ങനെ പ്രവർത്തിക്കുമോ? പ്രാണനകത്തോട്ട്, ആത്മാവിനകത്തോട്ട്, സന്ധിമജ്ജകൾ, എല്ലിനകത്തുള്ള ഏറ്റവും അകത്തുള്ള സംവിധാനമല്ലേ സന്ധിയും മജ്ജയുമൊക്കെ. അതിനെ വരെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ.
ഈ വചനം ഇന്ന് പകൽ കർത്താവെ അങ്ങനെ ഞാൻ സ്വീകരിക്കുന്നു, വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. തുളച്ച് ചെല്ലട്ടെ. ആമൻ എവിടെയൊക്കെ അസ്വസ്ഥതകളുണ്ടോ, ഏതൊക്കെ മേഖലകളിലാണോ ആമൻ സ്വത്രം മാറ്റം വരേണ്ടത്, എവിടെയാണോ ശുദ്ധീകരണം വരേണ്ടത്, എവിടെയാണോ പാപമോചനം ഉണ്ടാകേണ്ടത്, എവിടെയാണോ ആമൻ അല്ലേ ശസ്ത്രക്രിയ നടക്കേണ്ടത്, അവിടെ അത് നടക്കട്ടെ. എനിക്ക് സ്വസ്ഥത വേണം. സ്വത്രം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചിട്ട് സ്വസ്ഥത ഇല്ലെന്നല്ലേ നീ പറയുന്നത്? നിനക്ക് സ്വസ്ഥത വരണമെങ്കിൽ ഈ വചനത്തിന്റെ ശസ്ത്രക്രിയ നടക്കണം. സ്വത്രം. പത്രോസ് ഈ വചനം പ്രസംഗിച്ചപ്പോ ജനത്തിന് കുത്തുകൊണ്ടു, ശരിക്കും മുറിഞ്ഞു. ഹല്ലേലൂയ. മുറിവുണ്ടാക്കുന്നതായി വചനം. സ്തോത്രം. മുറിവുണ്ടായാലേ കരയത്തുള്ളൂ. ഇത്രയൊക്കെ മനസ്സിലായി? ശരിക്കും മുറിഞ്ഞാലേ വേദനിക്കുള്ളൂ, വേദന വന്നാലേ നിലവിളിക്കുള്ളൂ. സ്തോത്രം. കരയുമ്പോഴാ അതിന് പരിഹാരമുണ്ടാകുന്നത്. പത്രോസിന്റെ വചനം കേട്ടവർ വിളിച്ചു പറഞ്ഞു, പത്രോസേ, ഞങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. നമ്മുടെ അല്ലേ അവിടെ പറയുന്നത്, ഞാൻ വിശദീകരിക്കാൻ സമയമില്ല, വേഗം നടത്താം. നോക്കിയേ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിനകത്തെ ചിന്തകൾ, ഭാവങ്ങൾ, ഇതിനെയൊക്കെ ആരാ വിവേചിക്കുന്നത്? വചനം. ഈ വചനത്തെ നിങ്ങൾ ബഹുമാനിച്ചുകൊണ്ടൊന്ന് വായിച്ച് ധ്യാനിച്ചാൽ നിങ്ങളെ ഇത് വിവേചിക്കും, എന്നെ വിവേചിക്കും. ലോകത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണ്, അല്ലേ? നമ്മൾ റീഡ് ചെയ്യുന്ന പുസ്തകമാണ് ലോകത്തിലുള്ള പുസ്തകങ്ങൾ. പക്ഷെ ബൈബിളിൻ്റെ പ്രത്യേകത, ഈ പുസ്തകം നമ്മളെ റീഡ് ചെയ്യുന്ന പുസ്തകമാണ്. വ്യത്യാസം മനസ്സിലായോ? ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കുന്നതാണ്, പക്ഷെ നമ്മളെ വായിക്കുന്നൊരു പുസ്തകമേ ഉള്ളൂ, അത് ഈ പുസ്തകമാണ്. നീ ഇത് വായിക്കുമ്പോൾ നിന്നെ ഇത് വായിക്കും, നിൻ്റെ ചിന്തകളെ വിവേചിക്കും. എന്തിനാണെന്നറിയാം ഇങ്ങനെ ചെയ്യുന്നത്? ദൈവം ആഗ്രഹിക്കുന്നു നീ സ്വസ്ഥതയെ പ്രവേശിക്കണം. പ്രാർത്ഥിക്കും, നിനക്ക് സ്വസ്ഥത ഉണ്ടാകണം. ഞാൻ ഈ വചനം ഇന്നലെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ശരിയാ, ഇതൊന്ന് വിവേചിച്ചെങ്കിലേ, നമ്മുടെ പ്രശ്നമുള്ളതല്ല നമ്മുടെ അസ്വസ്ഥത. നമുക്ക് തോന്നും പ്രശ്നമുള്ളതാണ്. പ്രശ്നമുള്ളപ്പോഴും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം ഉണ്ടാകണം, അവിശ്വാസം മാറണം. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധമാകണം. അപ്പോൾ ഏത് കൊടുങ്കാറ്റടിച്ചാലും നമ്മളതിന് നടുവിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കും. നമ്മുടെ ചിന്തകളെ വിവേചിക്കുന്ന, മറഞ്ഞിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ വിവേചിക്കുന്ന, നമ്മുടെ ഉദ്ദേശങ്ങളെ വിവേചിക്കുന്ന. സ്തോത്രം. 139 സങ്കീർത്തനം 1 വാക്യം പറയുന്നത് പോലെ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എല്ലാം അറിയാവുന്ന ദൈവം. അവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ വചനവുമായിട്ട് നിനക്ക് കാര്യമുണ്ടെങ്കിൽ നീ ഒരു കാര്യം തിരിച്ചറിയും, അയ്യോ എനിക്കൊരു കരുണ വേണം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് സ്വസ്ഥതയെ പ്രവേശിക്കണമെങ്കിൽ എന്നോടൊരാൾ കരുണ കാണിക്കണം. എനിക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ എനിക്ക് കൃപ കിട്ടിയേ പറ്റൂ. അപ്പോഴേ നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരും, നമ്മുടെ തെറ്റിനെക്കുറിച്ച്. കാരണം ഇത് അങ്ങ് അറ്റത്ത് എന്ത് ചെയ്തു? അങ്ങ് വിവേചിച്ചു, അകത്ത് കയറി. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും ഒക്കെ വേർപിടിപ്പിക്കുമ്പോൾ അങ്ങ് തുളച്ച് കയറി. അപ്പം നമുക്ക് മനസ്സിലായി. അപ്പോഴാ പൗലോസ് പറഞ്ഞത്, ഈ പാപികളിൽ ഇപ്പം പിടി കിട്ടിയോ?
അകത്തോട്ട് തുളച്ച് ചെന്നപ്പോഴാണ് വചനത്തിൻ്റെ ശക്തി മനസ്സിലായോ? സ്വസ്ഥതയിലേക്ക് പോകാൻ പോവാ. കുറവ് രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, പക്ഷേ സ്തോത്രം, എൻ്റെ അകത്ത് ഒത്തിരി പരാജയങ്ങൾ, ഒത്തിരി കുറവുകൾ. എനിക്ക് ഒരു സഹായം വേണം. എനിക്കിത് ചുമ്മാ പറ്റില്ല, ഒറ്റയ്ക്ക് പറ്റില്ല. അയ്യോ, അതപ്പരാ പൗലോസ് നിലവിളിച്ചത്. അയ്യോ, ഞാൻ പൗലോസിനെ പോലെ വിശുദ്ധനായ ഒരു മനുഷ്യൻ പറയാം അരിട്ട. നമ്മൾ പറയോ? നമ്മളെന്തായാലും പറയാത്ത? നമ്മളെന്താ ഇങ്ങനെയൊക്കെ പറയാത്തത്? എൻ്റെ ഉള്ളിൽ കുറവുണ്ടെന്ന് പറയാത്ത എന്താ? വചനം നമ്മളെ വിവേചിക്കാൻ നമ്മുടെ ഹൃദയം കഠിനമായി. അത്രയും മതി വചനം. ഇതുവഴി കേട്ട് ഇതുവഴി. പക്ഷെ അകത്തോട്ട് കയറിയാൽ പ്രാണനകത്തോട്ട് കടക്കും, ആത്മാവിലേക്ക് കടക്കും, സന്ധി മജ്ജകളിലേക്ക് കടക്കും, ചിന്തകളെ ഭാവങ്ങളെ വിവേചിക്കും. അപ്പം കവിണ്ണ് വീണ് വിളിച്ചു പറയും, ഈ ചർച്ചിലെ ഏറ്റവും വലിയ പാപി ഞാനാ. സ്തോത്രം. ഈ സഭയിലെ ഏറ്റവും വലിയ കൊള്ളരുതാത്തവൾ ഞാനാണ്. ഏറ്റവും വലിയ കൊള്ളരുതാത്തവൻ ഞാനാണ്. എന്നെപ്പോലൊരു മോശക്കാരി വേറെയില്ല. സ്തോത്രം. അപ്പം ഞാൻ സഹായത്തിന് ആൾ വേണം. എനിക്കിനി ദൈവസന്നിധിയിൽ പോകണമെങ്കിൽ എന്നെ സഹായിക്കാൻ ഒരാൾ വേണം. ഒരു പാസ്റ്റർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല, ഒരു കൂട്ടു സഹോദരനും പറ്റില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ നിങ്ങളോട് മനസ്സലിവുള്ള ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. എബ്രായ ലേഖന കർത്താവ് വിളിച്ചു പറയുക, ദൈവവചനം നിങ്ങളെ വിവേചിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുമ്പോൾ, നിങ്ങളുടെ നഗ്നത വെളിവാകുമ്പോൾ, നിങ്ങളുടെ പാപം വെളിയിൽ വരുമ്പോൾ, നിങ്ങളുടെ കുറവുകൾ വെളിയിൽ വരുമ്പോൾ, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിനക്കുള്ളത് കൊണ്ട് നിന്റെ സ്വീകാര്യം നീ പേടിച്ചെങ്ങോടണ്ട, നീ കുറവുള്ളവനാണെന്ന് പറഞ്ഞ് ഓടിപ്പോകണ്ട. നിനക്ക് വേണ്ടി ഒരുവൻ മുമ്പേ പ്രവേശിച്ചിരിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നിന്റെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വാക്യത്തിന് അർത്ഥം പിടികിട്ടി? എത്ര പേരുണ്ട്? ഇതാണ് ആ മഹാപുരോഹിതൻ. നിന്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ ഒരു മനുഷ്യനും താല്പര്യമില്ലെങ്കിലും യേശു പറയാൻ, എനിക്ക് സഹതാപമുണ്ട്. നിന്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് നിന്നോട് സിമ്പതി തോന്നുന്നു, വാ, എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിന്നോട് കരുണ കാണിക്കും, ഞാൻ നിനക്ക് സഹായം ചെയ്യും, എൻ്റെ കൃപ ഞാൻ നിനക്ക് തരും. സ്തോത്രം. പാപമൊഴികെ സകലത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും ധൈര്യത്തോടെ ചെല്ലുക. കർത്താവേ, എന്നെ സഹായിക്കണം, എനിക്ക് കൃപ വേണം, എനിക്ക് കരുണ വേണം, എനിക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കണം. അങ്ങോട്ട് ചെന്നാൽ കർത്താവ് പറയും, നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഞാൻ മരിച്ചു. വചനം ഇന്ന് കീറി മുറിച്ച് നിൻ്റെ അകത്തുള്ളത് കാണിച്ചില്ലേ? അതിനു വേണ്ടി കൂടെ ഞാൻ മരിച്ചിരിക്കുന്നു. ഇനി ജീവിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരും. എന്നിനാശ്രയിച്ചാൽ, എൻ്റെ കൃപയ്ക്ക് വേണ്ടി നീ സമർപ്പിച്ചാൽ, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ ജയിപ്പിക്കും. പത്രോസിനെ വെള്ളത്തിൽ താഴാതെ കൈ പിടിച്ച് നടത്തിയതുപോലെ എൻ്റെ കരം നിന്നെ അക്കരെ നാട്ടിലെത്തിക്കും. എൻ്റെ കരം നിന്നെ സ്വസ്ഥതയിൽ കൊണ്ടുപോകും. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ദൈവമുമ്പാകെ അടയട്ടെ. ജീസസ്. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. ഇന്ന് പകൽ നിങ്ങളിൽ എത്ര പേര് ഈ വചനം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, വാഗ്ദത്തം ശേഷിക്കുന്നു. ആരാധനയിൽ വന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും വചനം വായിച്ചിട്ടും കേട്ടിട്ടും
ശരിക്കും ഈ ക്രിസ്തുവിലുള്ള സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ സമാധാനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയോ അവിശ്വാസം കിടപ്പുണ്ട്. ഈ ദിവസങ്ങൾ ആ വിശ്വാസത്തെ ഒടിച്ചു കളയാം. അതിനെ ഒന്ന് കാണിച്ചു തരാൻ വചനത്തിൻ്റെ ആ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാള്, സ്തോത്രം, ഹൃദയങ്ങളിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന വചനം ഇന്ന് പകൽക്കാലം ആ വചനത്തിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ഒന്ന് വിധേയമായാൽ, സ്തോത്രം, നിൻ്റെ മേൽ ഒരു ശുദ്ധീകരണം വ്യാപരിക്കും. ഈ വചന കേൾവി നിനക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. ഈ വചനം നിന്നെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് സഹായത്തിനുള്ള കൃപ നിനക്ക് ലഭിക്കും. തത്സമയം കരുണ ലഭിക്കും. നീ സ്വസ്ഥതയിൽ എത്തിച്ചേരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.